രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ വിമർശനമുന്നയിച്ച KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസിനെ സംഘടനയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി എന്ന കാര്യം കൂടി അല്പസമയം മുമ്പാണ് അത് പുറത്തു വന്നത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് MA ഷഹനാസ് പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. കോഴിക്കോട് ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം അത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കാലങ്ങളായിട്ട് എന്നോട് പുലർത്തി പോരുന്ന ഒരു വ്യക്തിവിരോധമുണ്ട്. അത് പല സമയത്തും എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്കാര സാഹിതിയുടെ തന്നെ അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ആളുകളൊക്കെ ഈ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിൻ്റെ ആളുകളാണ്. പരസ്യമായിട്ട് നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നത് പോലെ വരെ സംസാരിച്ചിട്ട് ഞാൻ പരാതി DCC ഓഫീസിലടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ പറയില്ല. കോഴിക്കോട് ജില്ലയിലുള്ള നേതാക്കന്മാർ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളെ അങ്ങേ അറ്റം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അതായത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അതിനൊക്കെ ഒരു കാരണക്കാരൻ കൂടി ശ്രീ ഷാഫി പറമ്പിൽ MP ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാതെയില്ല എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ അറിയപ്പെടുന്ന ശബ്ദമാണ് ഷഹനാസിൻ്റേത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഷഹനാസാണ് ഇന്നലെ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ, അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പൊക്കെ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കണം എന്നതടക്കമുള്ള വിഷയങ്ങൾ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ആ കാര്യങ്ങൾ ഷാഫി പറമ്പിൽ അവഗണിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇന്നലെ MA ഷഹനാസ് വെളിപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ഷഹനാസിന് ആ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ KPCCയുടെ സാംസ്കാരിക സംഘടനയായ സംസ്കാര സാഹിതിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. MA ഷഹനാസ് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതേസമയം സംസ്കാര സാഹിതിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്നാണ് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ കോഴിക്കോട് പ്രതികരിച്ചത്. ആ പ്രതികരണം കാണാം. ഞാൻ പറയട്ടെ, സാംസ്കാരിക സാഹിതി എന്നുള്ളത് ഞങ്ങളുടെ പോഷക സംഘ സെല്ല് മാത്രമാണ്. അതിൻ്റെ ഒരു കാര്യത്തിലും DCC ഒന്നും ഇടപെടാറില്ല. പിന്നെ അതിൻ്റെ പരിപാടികൾക്ക് പോകും എന്നല്ലാതെ ഒന്നിനും ഇടപെടാറില്ല. നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, എല്ലാ സഹോദരിമാരോടും ഒരുപോലെ നിൽക്കുന്നതല്ലേ കോൺഗ്രസിൻ്റെ രീതി. അതിനപ്പുറത്ത് എനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ഇന്റർവ്യൂ കണ്ടില്ല. ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും അതിലൊന്നും ഞാൻ ദയവായിട്ട് കക്ഷിയാവാനില്ല. ഏതായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആർക്കും ഇതിലല്ല ഒരു നടപടി എടുത്തിട്ടില്ല, ആർക്കും എടുത്തിട്ടില്ല. ഈ വിഷയം ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ കോൺഗ്രസിന് ഒരു വിഭാഗത്തിന് അമർഷമുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി വിധി വരും വരെ രാഹുലിനെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന നിലപാടിലാണ് KPCC നേതൃത്വം. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളിലേക്ക്. KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് നടപടിയെടുക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന 25-ൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ്. കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ അക്കാര്യത്തിൽ മുതിർന്ന നേതാക്കന്മാരുമായും AICCയുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. ഇപ്പോൾ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾക്കായി, വിശകലനത്തിനായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ എഡിറ്റർ R ശ്രീജിത്തും കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം R ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, കോൺഗ്രസിൽ ഇപ്പോഴും ഭിന്നത തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമോ, ഇപ്പോൾ വേണമോ, അതോ സാവകാശം മതിയോ എന്ന കാര്യത്തിലുള്ള തർക്കമാണ് തുടരുന്നത്. പല പ്രധാനപ്പെട്ട നേതാക്കളും, VD സതീശൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ തുടങ്ങിയ നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്ന ആവശ്യം അവർ ശക്തമായി തന്നെ, പരസ്യമായി തന്നെ പറയുന്നുണ്ട്. K മുരളീധരനും ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ വനിതാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സംരക്ഷിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ ഇപ്പോൾ നടപടി വേണ്ട, സാവകാശം മതി എന്ന നിലപാടിലേക്കാണ്
KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവർ നിലകൊള്ളുന്നത്. എന്താണ് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീജിത്ത്. ദിലീപ്, സംസ്ഥാനത്തെ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുന്ന വിഷയത്തിൽ നെടുകെ പിളർക്കുന്ന അല്ലെങ്കിൽ രണ്ട് വിഭാഗമായി ചേരിതിരിയുന്ന സ്ഥിതിയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വിഭാഗം ഒരു വശത്തും, മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ തന്നെ നടപടി വേണം, പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ മറുഭാഗത്തുമാണ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു നടപടിയെടുക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി തീരുമാനം വന്ന ശേഷം മതി എന്ന അഭിപ്രായത്തിലാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിശ്വനാഥും. അതിൽ ഷാഫി പറമ്പിലിനും PC വിശ്വനാഥിനും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഗ്രൂപ്പ് താല്പര്യമുണ്ട്. ഇവർ A വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും A ഗ്രൂപ്പുകാരനാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ, ലീഗലായുള്ളൊരു പരാതി വരുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇനിയൊരു നടപടി ഉണ്ടെങ്കിൽ അത് നിയമ സംവിധാനത്തിന് മുന്നിൽ നിന്നുള്ള തീരുമാനം അറിയട്ടെ എന്നതാണ് ഷാഫി പറമ്പിലടക്കം സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അതുകൊണ്ടാണ് ആ സമ്മർദ്ദത്തിന്, ആ അഭിപ്രായത്തിലേക്ക് KPCC പ്രസിഡന്റിനെയും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്ന ഒരു പല്ലവി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ പാർട്ടിയുടെ താല്പര്യത്തെ ബലികഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന ആക്ഷേപം ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വമടക്കം ശക്തമാണ്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡ് പ്രതിനിധികളായ ദീപാദാസ് മുൻഷി, സംഘടനാ ചുമതലയുള്ള AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരൻ, VM സുധീരൻ അടക്കമുള്ള ആളുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം, MLA സ്ഥാനത്ത് നിന്ന് രാജി ആവശ്യപ്പെടണം തുടങ്ങിയ നിലപാട് കൃത്യമായി അറിയിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും സമയമായില്ല എന്ന പല്ലവി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം തീരാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കി. 7-ാം തീയതി വൈകുന്നേരം വരെയുള്ളൂ പരസ്യപ്രചരണം. ഈ ഘട്ടത്തിലൊക്കെ UDF ഉന്നയിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള പ്രധാന വിഷയങ്ങളെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അവിടെയും പാർട്ടിയുടെ താല്പര്യമല്ല, മുന്നണിയുടെ താല്പര്യമല്ല, മറിച്ച് രാഹുലിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് വെളിവാകുന്നത് എന്ന വിമർശനവും നേതാക്കൾക്കെതിരെ ശക്തമാണ്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ വ്യക്തമായ ചേരിതിരിവുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന നിലയിൽ വ്യക്തമായ ചേരിതിരിവാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കവെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായത്. ആ വിഷയം സജീവമാക്കി നിലനിർത്തുന്നതിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കും അവർ രണ്ടു ചേരിയിലായി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെട്ടെന്നൊരു നടപടി സ്വീകരിക്കുന്നതിന് സംസ്ഥാന നേതൃത്വം വിമുഖത കാട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ഈ വിഷയം സജീവമാക്കി നിലനിർത്തുന്നതിൽ ഒരു പ്രധാന ഘടകമായിട്ടുണ്ട് എന്നത് പറയാതെ വയ്യ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ കൂടി ചേരുകയാണ്. ഷഹദ്, MA ഷഹനാസ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്ന വിമർശനവുമായി രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി. ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ MP-ക്ക് വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു, താൻ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് എന്ന കാര്യം കൂടി MA ഷഹനാസ് ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ നേരം പുലർന്നപ്പോൾ ഷഹനാസ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അതിൻ്റെ ഒരു ഉപഹാരം എന്ന നിലയിലായിരിക്കാം സംസ്കാര സാഹിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോലും പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ്. സംസ്കാര സാഹിതി സാംസ്കാരിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന KPCCയുടെ വിഭാഗമാണ്. പലപ്പോഴും ഈ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ കേരളത്തിലെ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നവർ അവർ മിണ്ടാതിരിക്കുകയാണ്, വാപൂട്ടിയിരിക്കുകയാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ ഈ പരാമർശം അത് ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ പേരിൽ നടപടിയെടുത്തിരിക്കുന്നത് എന്നതും വളരെ വിചിത്രമായ കാര്യമാണ്. എന്തൊക്കെയാണ് അവിടെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്? ഷഹദ്. ദിലീപ് കുമാർ, ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് ഷഹനാസിന്റെ ഫേസ്ബുക്കിൽ ഈ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിന് തൊട്ടുപുറകെ തന്നെ അവരെ മാധ്യമങ്ങൾ കാണുന്നു. മാധ്യമങ്ങളിലൂടെ അവർ പല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് യൂത്ത് കോൺഗ്രസിനകത്ത് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി തവണ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഷാഫി പറമ്പിൽ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഗൗരവം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെ മുഖവിലക്കെടുക്കാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഷഹനാസ്
ഷഹനാസ് അതായത് കർഷക സമരത്തിനായി ഷഹനാസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിലെ മറ്റംഗങ്ങളും കർഷക സമരത്തിനായി ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിലേക്ക് പോയി തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായ രീതിയിൽ തനിക്ക് സന്ദേശം അയച്ചു എന്ന കാര്യം ഷഹനാസ് പറയുന്നത്. ഈ കാര്യം ഷാഫി പറമ്പിലിനെ അന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ സന്ദേശം കണ്ടെങ്കിലും അതിന് വേണ്ട വിധത്തിൽ ഒരു ഗൗരവം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ, അതായത് ഈ ആദ്യത്തെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഷഹനാസ് അന്ന് ഷാഫി പറമ്പിലിന് വീണ്ടും മെസ്സേജ് അയച്ചു. അന്ന് ഷഹനാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: അന്നേ ഞാൻ പറഞ്ഞതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ MLA ആയി ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതൊന്നും വേണ്ട, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും സുരക്ഷിതമല്ല, പെൺകുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇടമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ്. അന്ന് ഷാഫി പറമ്പിൽ ഷഹനാസിന് തിരിച്ചയച്ച മെസ്സേജ് എന്ന് പറയുന്നത് ഒരു സാഡ് സ്റ്റിക്കർ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഷഹനാസ് പറയുന്നു, അതായത് തനിക്ക് മാത്രമല്ല തനിക്ക് അറിയാവുന്ന യൂത്ത് കോൺഗ്രസിലെ മറ്റ് പെൺകുട്ടികൾക്കും സമാനമായിട്ടുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഷഹനാസ് പറയുന്നു. മാത്രമല്ല മുൻകാലങ്ങളിൽ പരാതി കൊടുത്തപ്പോഴൊക്കെ തനിക്ക് നല്ല അനുഭവങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. പരാതി കൊടുത്ത ഘട്ടത്തിലൊക്കെ തന്നെ തനിക്ക് മോശം അനുഭവം ഉണ്ടായി. തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു, ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നു തുടങ്ങിയ സംഭവങ്ങൾ, സൈബർ ആക്രമണം നടത്തുന്നു. ഇതെല്ലാം താൻ നേരിട്ടതാണ്. അതുകൊണ്ട് താൻ പരാതി കൊടുക്കാൻ പേടിക്കുകയാണ് അല്ലെങ്കിൽ മടിക്കുകയാണ്. അങ്ങനെ പല പെൺകുട്ടികളും അത്തരത്തിൽ മടിക്കുകയും പേടിക്കുകയും ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഷഹനാസിനെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പുറത്താക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കോഴിക്കോട്ടെ ചില മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ പോസ്റ്റ് പിൻവലിക്കണമെന്ന നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് ഷഹദ് റഹ്മാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.